ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദുബായിലെ അബ്ര എന്നൊരു ബീച്ചിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അവിടെ കുറേ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ. ആക്ച്വലി ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഇതേ കണ്ടില്ലേ, ഡു ക്രൂസ് അപ്പുറത്തു നിന്നാണ് അവരവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണിക്കാണ് ഡു ക്രൂസ് ആണ്. ഒരുപാട് ഡു ക്രൂസ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതേ കണ്ടില്ലേ, അവിടെയൊക്കെ ഡു ക്രൂസ്. ഓക്കെ, ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലം. എനിക്ക് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കിടക്കുകയാണ്. ഇങ്ങനെ ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ടേക്ക്. ഇതിൻ്റെ പാത കടലിൻ്റെ അരികിലൂടെ അങ്ങ് അറ്റം വരെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ ഫിഷിങ്, അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്, ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് യാതൊരുവിധ നിർവാഹവും ഇല്ല. ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ഇത് ഓപ്പൺ ആക്കും. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള ഇതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇവിടം വരെ വന്നിട്ട് ഞാൻ ഇത്രയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതേമാതിരി വീഡിയോ എടുക്കാനായിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോ എടുത്ത് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എടുത്ത് ഇടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവർ ഇതിനകത്തോട്ട് കയറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിനകത്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5-2 മണിക്കൂറോളം കാണാനായിട്ടുണ്ട് ഈ ഒരു ബീച്ചിൽ. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറമുഖം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കാർഗോയുടെ കപ്പലൊക്കെ വരുന്നെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് കാർഗോ സർവീസൊക്കെ അവർ ചെയ്യുന്നത് കുറേ അപ്പുറത്താണ്. ആ കാണുന്ന ആ ഭാഗത്ത് അങ്ങ് അറ്റത്ത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ എന്താ പറയുക, ഈ ഡു ക്രൂസ്, പിന്നെ ചെറിയ ബീച്ച് കച്ചവടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഇവർ നിൽക്കുന്നത്. ഇത് കണ്ടോ, എന്ത് രസമാണെന്നറിയോ? ഇത് കണ്ടോ, ഇത് ഡു ക്രൂസ് അതിനപ്പുറത്താണ് കിടക്കുന്നത്. ബീച്ചിനങ്ങ് അപ്പുറത്താണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കുമ്പോൾ അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്താ ഇവിടെ വേറൊരു ഡു ക്രൂസ് കണ്ടോ? ആ മേൽഭാഗത്തായിട്ട് ആണ് കൂടുതൽ ആൾക്കാർ ഇരിക്കുക. അവനെന്തോ പ്രൈസ് കൂടുതലാണ് ഈ ബോട്ടിന്റെ മേളിൽ. അവിടെ വേറൊരെണ്ണം കിടപ്പുണ്ട് അറ്റത്ത്. ക്ലിയറായിട്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. പോയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കാണിക്കായിരുന്നു. ഇനി അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫുള്ള് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് ഒരു സുഖമില്ലാത്ത രീതിയിലാണ്. കണ്ടില്ലേ, ഇവിടെ ഈ ആക്ച്വലി ഈ ഒരു ഫുട്പാത്തിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് ചെയ്യാനാണ് ഇവർ ഈ പണി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഏകദേശം ഒരു 6-7 മാസം കൊണ്ട് ഇവിടെ പണി നടക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അവർ. എന്നുവെച്ചാൽ ഇവിടെ അമ്മാതിരി ആൾക്കാർ വരുന്നതുകൊണ്ട് ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല പക്ക ടൂറിസം എന്നുള്ള രീതിയിലാക്കി എടുക്കുകയാണ് ഇവിടെ. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് കയറി കാണണമെന്നുണ്ട്. എന്തായാലും ഇപ്പം നടക്കില്ല. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ്. എന്തായാലും ഞാൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഇത്രയെങ്കിലും കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് കേട്ടോ.